നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കലൂരിലെ കേസിൽ പോലീസ് നോട്ടീസ് നൽകുമെന്ന വാർത്തകൾക്കിടെയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത്. അരുൺ, അതെങ്ങനെ ശരിയാകും? ഈ ദിവ്യ ഉണ്ണിയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള വാർത്ത ഇന്നലെ നമ്മൾ കൊടുത്തതാണ്. ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അത്തരം ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത്. 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ നാട്ടിലറ്റം പോയി വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് കണ്ടുപോയേക്കാവെന്ന് വെച്ചു. അതൊരു തെറ്റാണോ? വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് ഒരു സാരിയുടെ കൊറിയർ ചാർജ് ഇനത്തിൽ മാത്രം 1000 രൂപയോളം ഈടാക്കി. മൃദംഗാവിഷൻ എന്ന പേര് പോലും അവസാന മണിക്കൂറിലാണ് പരസ്യപ്പെടുത്തിയത് എന്നും ബിജി വ്യക്തമാക്കി. പരിപാടിയുടെ പേരിൽ 12,000 നർത്തകരിൽ നിന്ന് 6 കോടിയിലധികം രൂപ പിരിച്ചെടുത്തെന്നാണ് കരുതുന്നത്. 390 രൂപയുടെ സാരിക്ക് 1600 രൂപ വാങ്ങിയത് തങ്ങൾ അറിഞ്ഞില്ലെന്ന് കല്യാൺ സിൽക്സ് കൂടി പരസ്യമായി പറഞ്ഞതോടെയാണ് സാമ്പത്തിക ചൂഷണത്തിന് പോലീസിന്റെ നടപടി. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണ്. രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ദിവ്യ ഉണ്ണിയെ മൊഴിയെടുക്കാൻ വിളിക്കും എന്ന് പോലീസ് നമ്മളെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനിടയിൽ തന്നെ ദിവ്യ ഉണ്ണി ഇപ്പോൾ കേരളം വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി 11:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് പോയത്. അവർ കുറച്ചു നാളായിട്ട് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. മൃദംഗാവിഷൻ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു മാഗസിൻ കമ്പനി എന്തോ ആയിട്ടാണ്. ഇവർക്ക് റെക്കോർഡിന് നമ്മൾ എന്തിനു പണം ചെലവഴിച്ചു? അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവർക്കൊരു റെക്കോർഡ് കിട്ടണമായിരുന്നെങ്കിൽ, ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിക്കണമായിരുന്നെങ്കിൽ ഇവർ ഇങ്ങോട്ടല്ലേ യഥാർത്ഥത്തിൽ പണം മുടക്കി കുട്ടികളെ കൊണ്ടുവരണം. ഇത് നമ്മൾക്ക് ഭാരിച്ച ഒരു ഇത് ഉണ്ടാക്കി ചെയ്തു. പക്ഷേ ഇവർ ഈ പറയുന്നത് മാത്രം എന്തിനു പറയണം? കാള വെറ്റു എന്നാ കയറിങ് എടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്?